ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴഞ്ചൊല്ലും സമാന പ്രയോഗവും എന്ന ടോപ്പിക്കാണ്. സോ നമ്മൾ മലയാളം ഗ്രാമർ സെഷനിൽ ചോദിക്കുന്ന ഒരു സെഷനാണിത് കേട്ടോ. പഴഞ്ചൊല്ലും സമാന പ്രയോഗവും. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള ആ പ്രയോഗങ്ങൾ ഒരേ വേർഡ് മീനിങ് അല്ലെങ്കിൽ പോലും ഒരേ അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ശൈലികൾ, ഒരേ ശൈലിയിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം മലയാളത്തിലും ഇംഗ്ലീഷിലും. സോ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു സ്ലൈഡുകളുടെ നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. www.bibimohan.com എന്ന മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗിലാണ് അത് ചെയ്തിട്ടുണ്ടാവുക. അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റു സ്റ്റഡി മെറ്റീരിയൽസും ലഭിക്കും. നിങ്ങൾക്ക് ഇമെയിൽ വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓരോ പോസ്റ്റുകൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇൻബോക്സിൽ തന്നെ കിട്ടുന്നതാണ്. കൂടാതെ ബ്ലോഗിൽ ചെല്ലുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അതിങ്ങനെ ഓരോ പോസ്റ്റുകളും വരുമ്പോൾ നിങ്ങളുടെ ലാപ്പ് അല്ലെങ്കിൽ ഫോൺ ഓൺ ആണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതുപോലെ മെയിലുമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ EEE എന്ന എൻ്റെ ചാനൽ നോക്കുക. അപ്പോൾ അതിനകത്ത് എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ www.EEMedc.com അതിൻ്റെ നോട്ട്സും ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ടെലിഗ്രാം മൈ നോട്ട്ബുക്കിൻ്റെ ടെലിഗ്രാം ബ്രോഡ്കാസ്റ്റ് ആണിത്. t.me/mynotebookpsc. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മൈ നോട്ട്ബുക്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്കി കിട്ടിയില്ലെങ്കിൽ t.me/mynotebookpsc എന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ക്ലാസ്സുകളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഇനി മൈ നോട്ട്ബുക്കിൻ്റെ സ്റ്റോറാണിത്. amazon.in/shop/my notebook എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ബുക്സോ എന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഇനി അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൈ നോട്ട്ബുക്കിൻ്റെ എല്ലാ പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് താഴെയുണ്ട്. സോ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഒന്നുകൂടി ക്ലാസ്സിലേക്ക്. സോ എ ബൂർ ഈസ് നോൺ ബൈ ഹിസ് ടോക്ക്. എ boor is known by his talk. എന്താണ് അതിൻ്റെ ആ ഒരു അർത്ഥം വരുന്നത്? മലയാളത്തിൽ ഏത് ശൈലിയാണെന്ന് നോക്കാം. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. അടുത്തത് എ വൂൾഫ് ഇൻ എ ലാംസ് സ്കിൻ. എ വൂൾഫ് ഇൻ എ ലാംസ് സ്കിൻ. അതിൻ്റെ എന്താണ് പറയുന്നത്? ആട്ടിൻ തോലിട്ട ചെന്നായ. ആട്ടിൻ തോലിട്ട ചെന്നായ. അടുത്തത് ടു കിൽ 2 birds with 1 stone. ടു കിൽ 2 birds with 1 stone. ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ആൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ആൻസർ ഒരു വെടിക്ക് 2 പക്ഷി അങ്ങനെ പറയുന്ന പോലെ പറയാം. ഇതിൽ കൊടുത്തിരുന്ന അങ്കവും കാണാം, താളിയും ഒടിക്കാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വെടിക്ക് 2 പക്ഷിയായിരിക്കും കറക്റ്റ്. അടുത്തത് വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. വിസ്ഡം ആൻഡ് ബ്യൂട്ടി, ബുദ്ധിയും സൗന്ദര്യവും ഒരാളിൽ വരില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സമാനമായിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അഴകുള്ള ചക്കയിൽ ചുളയില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നാണ് നമ്മൾ അതിന് സമാനമായിട്ടൊരു പഴഞ്ചൊല്ല് പറയുന്നത്. അടുത്തത് എ ബാഡ് വർക്ക്മാൻ ക്വാറൽസ് വിത്ത് ഹിസ് ടൂൾസ്. എ ബാഡ് വർക്ക്മാൻ, ഒരു ചീത്ത പണിക്കാരൻ അല്ലേ, അതായത് പണി അറിയാൻ പാടില്ലാത്ത പണിക്കാരൻ എന്ത് ചെയ്യും? അവൻ്റെ പണിയായുധങ്ങളോട് കലഹിക്കും. അവൻ്റെ പണി ശരിയാവാത്തത് പണിയായുധങ്ങളുടെ പ്രശ്നമാണെന്ന് പറയും അല്ലേ. അപ്പോൾ അതിന് പകരം കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന ആ ഒരു രീതിയിൽ നമ്മൾ പറയും. കിട്ടാത്ത മുന്തിരി പുളിക്കും. I talk of chalk and you of cheese. I talk of chalk and you of cheese. എന്താണ്? ഞാൻ ചോക്കിനെ പറ്റി പറയുന്നു, നീ അപ്പോൾ ചീസിനെ പറ്റി പറയുന്നു. അപ്പോൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പോലെയാണത്. നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലാതെ വേറൊരു കാര്യം പറയുന്നതാണത്. അരി എത്ര, പയറഞ്ഞാഴി. അടുത്തത് one good heed is better than several hands. One good heed is better than several hands. അതെന്താണ്? വല്ലഭന് പുല്ലും ആയുധം. വല്ലഭന് പുല്ലും ആയുധം എന്നാണ് പറയുന്നത്. എ ഫെയർ ഫേസ് നീഡ്സ് നോ പെയിൻറ്റ്. പൊന്നും കുടത്തിന് പൊട്ടു വേണ്ട. എ ഫെയർ ഫേസ് നീഡ്സ് നോ പെയിൻറ്റ്. പൊന്നും കുടത്തിന് പൊട്ടു വേണ്ട. അടുത്തത് ന്യൂ ബ്രൂം സ്വീപ്സ് വെൽ. ന്യൂ ബ്രൂം സ്വീപ്സ് വെൽ. ന്യൂ ബ്രൂം സ്വീപ്സ് വെൽ എന്ന് വെച്ചാൽ എന്താണ്?
പുതിയ ചൂല് നന്നായിട്ട് തൂക്കും എന്നാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന പുത്തനച്ചി പുരപ്പുറം തൂക്കും, പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നാണ്. അടുത്തത് നോ പ്രോഫറ്റ് ഈസ് ഓണേർഡ് ഇൻ ഹിസ് ഓൺ കൺട്രി. നോ പ്രോഫറ്റ് ഈസ് ഓണേർഡ് ഇൻ ഹിസ് ഓൺ കൺട്രി. എന്താണ്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. അടുത്തത് ഡയമണ്ട് കട്ട് ഡയമണ്ട്. ഡയമണ്ടിനാണ് ഡയമണ്ടിനെ കട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്ന് നമ്മൾ പറയും. അടുത്തത് വൺ സ്വാലോ ഡസ് നോട്ട് മേക്ക് എ സമ്മർ. വൺ സ്വാലോ ഡസ് നോട്ട് മേക്ക് എ സമ്മർ. അതിന് സമാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കോഴി കൂവിയാൽ നേരം പുലരില്ല എന്നാണ്. ഒരു കോഴി കൂവിയാൽ നേരം പുലരില്ല. വാൾസ് ഹാവ് ഇയേഴ്സ്. വാൾസ് ഹാവ് ഇയേഴ്സ്. ഭിത്തികൾക്ക് കാതുകളുണ്ട് എന്ന് പറയുന്നത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നാണ് അതിന് സമാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നോ പ്രോഫറ്റ് ഈസ് ഓണേർഡ് വിത്ത് ഇൻ ഹിസ് ഓൺ കൺട്രി. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇതിൻ്റെ അവസാനത്ത് നോക്കുക. ഡിസ്റ്റൻറ്റ് ഡ്രം സൗണ്ട്സ് വെൽ. ഡിസ്റ്റൻറ്റ് ഡ്രം സൗണ്ട്സ് വെൽ, അതായത് ദൂരെയുള്ള ഡ്രം നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു എന്നല്ലേ. അതായത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന അർത്ഥത്തിലാണ്. നോ ഗെയിൻസ് നോ പെയിൻസ്, അല്ലെങ്കിൽ നോ ഗെയിൻ നോ പെയിൻ എന്ന് വെച്ചാൽ എന്താണ്? കഷ്ടപ്പെടാതെ ഒരു ഗെയിനും ഉണ്ടാവില്ല. ഓക്കെ. കൈ അനങ്ങിയാലേ വായനങ്ങൂ. കൈ അനങ്ങി മേലനങ്ങി പണിയെടുത്താലാണ് വായനങ്ങി ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ നോ ഗെയിൻസ് നോ പെയിൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അധ്വാനിക്കാതെ അതൊന്നും നേടാൻ സാധിക്കില്ല. അടുത്തത് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. നിത്യാഭ്യാസി ആനയെ എടുക്കും. അതാണ് നമ്മുടെ ശൈലിയിൽ നമ്മൾ പറയുന്നത്. അടുത്തത് എ ബേൺഡ് ചൈൽഡ് ഡ്രെഡ്സ് ദ ഫയർ. എ ബേൺഡ് ചൈൽഡ് ഡ്രെഡ്സ് ദ ഫയർ. ഒരു പൊള്ളലേറ്റ ഒരു കുട്ടി തീ കണ്ടാൽ പേടിക്കൂ അല്ലേ. അപ്പോൾ അതെന്താണ്? തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ച മിന്നാമിനുങ്ങിനെയും പേടിക്കും. തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ച മിന്നാമിനുങ്ങിനെയും പേടിക്കും എന്നാണ്. അടുത്തത് കൗണ്ട് നോട്ട് യുവർ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. കൗണ്ട് നോട്ട് യുവർ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. അതിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ മുട്ട വിരിയുന്നതിന് മുമ്പേ എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് എണ്ണി നോക്കരുതെന്ന് പറയും. അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന ജനിക്കുന്നതിന് മുമ്പേ ജാതകം നോക്കണോ, ജനിക്കുന്നതിന് മുമ്പേ ജാതകം നോക്കണോ, ആ രീതിയിലാണ് നമ്മൾ മലയാളത്തിൽ ശൈലി പറയുന്നത്. അടുത്തത് മെഷർ ഈസ് ട്രഷർ. എല്ലാം മെഷർ ചെയ്യണമെന്നാണ്. മെഷർ ഈസ് ട്രഷർ. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് നമ്മൾ പറയും. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. അടുത്തത് മിസ്ഫോർച്യൂൺസ് നെവർ കം സിംഗിൾ. മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാഗ്യാധീനങ്ങൾ അല്ലേ. ഭാഗ്യക്കേടുകൾ നെവർ കം സിംഗിൾ, ഒറ്റയ്ക്ക് വരിക്കില്ല വരുന്നത്. അതായത് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയില്ലേ. അതായത് ഒരു കഷ്ടപ്പാട് കിട്ടിയവനെ അടുത്ത ദുരിതം കൂടി അവൻ്റെ പുറകെ വന്നു എന്നാണ്. മിസ്ഫോർച്യൂൺസ് നെവർ കം സിംഗിൾ. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു. അടുത്തത് ബോറോഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്. ബോറോഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? അതിൻ്റെ അർത്ഥം എന്നല്ല, വേർഡ് മീനിങ് അല്ല പറയുന്നത്. അതിന് സമാനമായിട്ട് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. എന്താണ്? അവനവൻ്റെ അല്ല, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. അടുത്തത് ഓൾ മെൻ കാൺ മാസ്റ്റേഴ്സ്. എല്ലാ ആളുകൾക്കും മാസ്റ്റേഴ്സ് ആവാൻ സാധിക്കില്ല. അതിനെന്താണ് നമ്മൾ മലയാളത്തിൽ പറയുക? എല്ലാവരും പല്ലക്കേറിയാൽ ചുമക്കാൻ ആൾ വേണ്ടേ. എല്ലാവരും പല്ലക്കേറിയാൽ ചുമക്കാൻ ആൾ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആളുകൾ വേണം. ഓൾ മെൻ കാൺ മാസ്റ്റേഴ്സ്. ഓക്കെ. അടുത്തത് റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല റോമാ സാമ്രാജ്യം. പയ്യെ തിന്നാൽ പനയും തിന്നാം. അതാണ് വരുന്നത്. പയ്യെ തിന്നാൽ പനയും തിന്നാം. അടുത്തത് എ ലെപ്പാർഡ് നെവർ ചേഞ്ചസ് ഇറ്റ്സ് സ്ട്രിപ്സ്. എ ലെപ്പാർഡ് നെവർ ചേഞ്ചസ് ഇറ്റ്സ് സ്ട്രിപ്സ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നായ നടുക്കടലിലും നക്കിയേ കുടിക്കൂ. നായ നടുക്കടലിലും നക്കിയേ കുടിക്കൂ. അടുത്തതാണ് ഹി സ്ട്രക്ക് എ ടിപ്പ് ബട്ട് ഡൗൺ ഫെൽ ടിൻ. അവൻ സ്ട്രക്ക് ചെയ്ത് ആരെയാണ്? ടിബിനെയാണ്. പക്ഷെ ആരാണ് ഫില്ല് ചെയ്തത്? ടിന്നാണ് അല്ലേ. ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് പറയുന്ന പോലെ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു. അടുത്തത് പെന്നി വൈസ് ആൻഡ് പൗണ്ട് ഫൂളിഷ്. പെന്നി വൈസ് ആൻഡ് പൗണ്ട് ഫൂളിഷ്. അതിന് സമാനമായിട്ട് നമ്മൾ പറയുന്നത് ആന ചോരുന്നത് അറിയില്ല, പേൻ ചോരുന്നത് അറിയും.
അതായത് വലിയ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് കാശാണ് വരുന്നത്. അതുപോലെ പെന്നി എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ, ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വലിയ കാര്യങ്ങൾ പോകുന്നത് അറിയില്ല, ചെറിയ കാര്യങ്ങൾ അറിയും, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഈ ഒരു ചോദ്യം നേരത്തെ PSCക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫെമിലിയാരിറ്റി നീഡ്സ് കണ്ടംപ്റ്റ്. അപ്പോൾ ഇത് അത്ര അങ്ങനെ ഒരു വേർഡിൽ നിന്ന് അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് തന്നെയാണ് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അടുത്തത് ഔട്ട് ഓഫ് ദ ഫ്രൈയിങ് പാൻ ഇൻ ടു ദ ഫയർ. ഔട്ട് ഓഫ് ദ ഫ്രൈയിങ് പാൻ ഇൻ ടു ദ ഫയർ. എന്താണ്? വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക്, വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക്. അടുത്തത് എ ഹയേർഡ് ഹോസ് ടയേർഡ് നെവർ. ഹയേർഡ് ഹോസ്, വാടകയ്ക്കെടുത്ത ഹോസ് ആണെങ്കിൽ എന്താണ്? ക്ഷീണമേ ഉണ്ടാവില്ല, അതിന് എന്തോരം വേണമെങ്കിലും പണിയെടുപ്പിക്കാം എന്നൊരു ശൈലിയാണ് നമ്മുടെ. അപ്പോൾ എ ഹയേർഡ് ഹോസ് ടയേർഡ് നെവർ. കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലി. ഓക്കെ, നമ്മുടേതല്ലാത്തതായതുകൊണ്ട് എന്തോരം വേണമെങ്കിലും ആയിക്കോട്ടെ എന്നൊരു കോൺസെപ്റ്റ് അല്ലേ. അടുത്തത് എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്, അതാണ് അതിന് സമാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ്? ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് മാത്രമല്ല, സെക്കൻഡ് പാർട്ട് കൂടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടി എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നറിയണം. സെക്കൻഡ് പാർട്ട് ചെയ്യണം എന്നറിഞ്ഞാൽ മാത്രമാണ് എനിക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇഷ്ടമായെങ്കിൽ, ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, ഡൗൺലോഡ് ചെയ്യാം. www.bibimohanan.com ഫോർ നോട്ട്സ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ് തയ്യാറെടുക്കുന്നവർക്ക് EEEMADC വിസിറ്റ് ചെയ്യാം, EEEMADC.com വിസിറ്റ് ചെയ്യാം. ടെലിഗ്രാം ജോയിൻ ചെയ്യാൻ മറക്കരുത്. ടെലിഗ്രാമിൽ മൈ നോട്ട്ബുക്കിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മൈ നോട്ട്ബുക്കിൻ്റെ സ്റ്റോറിൽ നിന്നും വാങ്ങാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ലഭ്യമാണ്. കൂടുതലായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്സ്, അതുപോലെ സ്റ്റേഷനറി, എന്ത് കാര്യമാണെങ്കിലും ആ സ്റ്റോറിൽ കയറി നിങ്ങൾക്ക് അത് ത്രൂ സെർച്ച് ചെയ്ത് പോകാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ കമൻസും എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.